നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. യുഎഇയിൽ പുതിയ കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നു. ഇന്ന് 782 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ചികിത്സയിലായിരുന്ന 2096 പേർ രോഗമുക്തരായി. രാജ്യത്ത് കോവിഡ് ബാധിച്ച് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ 4,74,340 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 8,77,406 പേർക്ക് യുഎഇയിൽ കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ 1,585 പേർ കൂടി കോവിഡിൽ നിന്ന് മുക്തി നേടി. പുതുതായി 677 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 7,42,541 രോഗമുക്തരുടെ എണ്ണം 7,18,979 ഒരു മരണവും പുതുതായി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ രാജ്യത്തെ ആകെ മരണം 8,991 നിലവിൽ 14,571 പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. ഇവരിൽ 697 പേരാണ് ഗുരുതരാവസ്ഥയിലുള്ളത്. ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് കഴിയുന്നത്. ബാക്കിയുള്ളവരുടെ നില തൃപ്തികരമാണ്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.82%, മരണനിരക്ക് 1.21%. യുക്രൈൻ യുദ്ധം ആഗോള സാമ്പത്തിക മേഖലയ്ക്ക് വൻ ആഘാതമായി. എണ്ണവിലയിൽ ഇന്നു മാത്രം ബാരലിന് $3 ഉയർന്നു. സ്വർണ്ണവിലയിലും കുതിപ്പ് തുടരുകയാണ്. യുദ്ധവും ഉപരോധ നടപടികളും കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ വൻ ഊർജ്ജ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണ ബാരലിന് $106 വരെ ഉയർന്നു. റഷ്യയുടെ യൂറോപ്പിലേക്കുള്ള എണ്ണ പ്രകൃതിവാതക കയറ്റുമതി നിലച്ചിരിക്കെ ബദൽ വഴികൾ കണ്ടെത്താനുള്ള നീക്കം വിജയിച്ചിട്ടില്ല. ബദൽ വിതരണ പ്രക്രിയ എളുപ്പമല്ലെന്ന സന്ദേശമാണ് എണ്ണ ഉൽപാദന രാജ്യങ്ങളുടെ കൂട്ടായ്മ ഒപെക് നൽകുന്നത്. യുക്രൈൻ യുദ്ധം തുടർന്നാൽ വില $120 ഉയർന്നേക്കും. കുവൈറ്റിൽ കര അതിർത്തികളിലൂടെ യാത്രികർക്ക് 24 മണിക്കൂറും യാത്ര ചെയ്യാം. കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തിനകത്തേക്കും പുറത്തേക്കും യാത്ര ചെയ്യുന്നതിനായി കര അതിർത്തികൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന രീതിയിൽ തുറന്നതായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഫെബ്രുവരി 24 മുതൽ രാജ്യത്തിന്റെ കര അതിർത്തികളിലൂടെ ആരോഗ്യ സുരക്ഷാ നിബന്ധനകൾക്ക് വിധേയമായി യാത്രികർക്ക് 24 മണിക്കൂറും യാത്ര ചെയ്യുന്നതിനുള്ള അനുമതി നൽകുമെന്നാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. 5 സ്ഥാപനങ്ങളെയും ഒരു വ്യക്തിയെയും യുഎഇ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ മന്ത്രിസഭ ഉത്തരവിട്ടു. യമനിലെ ഹൂതികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നുവെന്നും തീവ്രവാദ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് അബ്ദുള്ള ദായിൽ അഹമ്മദ് എന്ന വ്യക്തിയെയും 5 സ്ഥാപനങ്ങളെയും തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്താൻ യുഎഇ തീരുമാനിച്ചത്. ഇവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവരെ നിരീക്ഷിക്കാനും ബാങ്ക് അക്കൗണ്ടുകൾ 24 മണിക്കൂറിനകം മരവിപ്പിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട്. അബുദാബിയിൽ 16 വയസ്സിൽ താഴെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോവിഡ് പരിശോധനയിൽ ഇളവ്. അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് നോളജ് ആണ് പുതിയ തീരുമാനം പ്രഖ്യാപിച്ചത്. 16 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഇനി മുതൽ 28 ദിവസത്തിൽ ഒരിക്കൽ വീതം കോവിഡ് PCR പരിശോധന നടത്തിയാൽ മതിയാകും. നേരത്തെ 14 ദിവസത്തിലൊരിക്കൽ കോവിഡ് PCR പരിശോധന നടത്തണമെന്നായിരുന്നു നിബന്ധന. ഇതിൽ മാറ്റം വരുത്തിയാണ് പരിശോധന 4 ആഴ്ചയിൽ ഒരിക്കൽ മതി എന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് നോളജ് ഇത് സംബന്ധിച്ച സർക്കുലർ എല്ലാ സ്വകാര്യ ചാർട്ടേഡ് സ്കൂളുകളിലേക്കും അയച്ചു. രാജ്യത്ത് പ്രവർത്തിക്കുന്ന ആശുപത്രികളിൽ സ്വദേശി ജീവനക്കാരുടെ അനുപാതം 63%. ബഹ്റൈൻ പാർലമെന്റ് സമിതി യോഗമാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്തിയത്. ആരോഗ്യ കേന്ദ്രങ്ങളിൽ 88% സ്വദേശി ജീവനക്കാർ ജോലി ചെയ്തത്. ഇന്നലെ ബഹ്റൈനിൽ നടന്ന യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തത്. ബഹ്റൈൻ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികളും പാർലമെന്റ് സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരുന്നു. ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന 86 ജീവനക്കാരിൽ 85 പേരും സ്വദേശികളാണെന്ന് യോഗത്തിലെത്തിയ ബഹ്റൈൻ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികൾ അറിയിച്ചു. രാജ്യത്തെ തദ്ദേശീയ തൊഴിൽ ശക്തി പരിഗണിക്കുന്നതിന് ബഹ്റൈൻ ചേംബർ ഓഫ് കൊമേഴ്സിൽ പ്രത്യേക സമിതി ഉണ്ടാക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. ദുബായ് എക്സ്പോ 2020യിലെ ഇന്ത്യയുടെ പവലിയൻ സന്ദർശിച്ച് യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ദുബായ് ഡെപ്യൂട്ടി ഭരണാധികാരിയും ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനൊപ്പമാണ് ദുബായ് ഭരണാധികാരി പവലിയൻ സന്ദർശിച്ചത്. ഓപ്പർച്യൂണിറ്റി ഡിസ്ട്രിക്റ്റിലെ ഇന്ത്യൻ പവലിയനിലെത്തിയ ഷെയ്ഖ് മുഹമ്മദിന് രാജ്യത്തിന്റെ സമ്പന്നമായ പുരാതന സംസ്കാരത്തെയും ഭാവിയിലേക്കുള്ള പ്രതീക്ഷകളെയും സാമ്പത്തിക രംഗത്ത് കൈവരിച്ചുകൊണ്ടിരിക്കുന്ന മികച്ച നേട്ടങ്ങളെയും കുറിച്ച് അധികൃതർ വിശദീകരിച്ചു. യുഎഇയിൽ നിന്ന് ഇന്ത്യൻ യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞതോടെ അധിക ബാഗേജും കുറഞ്ഞ നിരക്കും നൽകി വിമാന കമ്പനികൾ. എയർ ഇന്ത്യ എക്സ്പ്രസ്, സ്പൈസ് ജെറ്റ് ഉൾപ്പെടെയുള്ള കമ്പനികൾ 40 കിലോ ബാഗേജാണ് നൽകുന്നത്.
കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും ഈ ഓഫർ നൽകുന്നു. എല്ലാ സർവീസുകൾക്കും ഇളവ് നൽകുന്നില്ലെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട ഭൂരിപക്ഷം സർവീസുകളിലും ബാഗേജ് ഇളവുണ്ട്. ഇതിനു പുറമെ അധിക ബാഗേജിന് ഈടാക്കിയിരുന്ന നിരക്കിലും ഇളവ് വരുത്തിയിട്ടുണ്ട്. 50 ദിർഹം നൽകിയാൽ 10 കിലോ കൂടി അധികമായി ഉൾപ്പെടുത്താമെന്ന ഓഫറാണ് സ്പൈസ് ജെറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.